റഹീം, ഞങ്ങളിപ്പോൾ ആ വാർത്ത, ചർച്ചയ്ക്ക് ആധാരമായ വാർത്ത പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികളായും മുന്നോട്ട് പോവുകയാണ് സംയുക്ത പ്രതിപക്ഷം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അഭൂതപൂർവമായ ഒരു തീരുമാനം. ഇതിനു മുമ്പൊരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇങ്ങനെ ഒരു ആരോപണത്തിനോ ഇങ്ങനെ ഒരു ഇംപീച്ച്മെന്റ് നടപടിക്കോ വിധേയനായിട്ടില്ല. പ്രതിപക്ഷം അത്തരത്തിലുള്ള ഒരു അപൂർവ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ സമരരീതിയുടെ, ഈ പ്രതിഷേധ രീതിയുടെ സന്ദേശം റഹീം? തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഏറ്റവും സുതാര്യമായതും ഏറ്റവും കാര്യക്ഷമവുമായൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ മാത്രമേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ അതാണ് ഇവിടെ കളങ്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു സംശയവും വേണ്ട. ഞങ്ങളന്ന് പറഞ്ഞതാണ്, ഒരിഞ്ച് പിന്നോട്ട് പോകില്ല ഈ പോരാട്ടത്തിൽ. ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള മഹത്തായ പോരാട്ടമാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പോകും. അത് തെരുവിൽ ആ പോരാട്ടം ഞങ്ങൾ ഇഞ്ചോടിഞ്ച് നേരിടും. ഒരിഞ്ച് പിന്നോട്ട് പോകില്ല. നിയമപരമായ എല്ലാ വഴികളിലും ഞങ്ങളത് ആശ്രയിക്കും. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഇത്തരം സാധ്യതകളെ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുകയും ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതിനുള്ള, ചർച്ച ചെയ്യുന്നതിനുള്ള, ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായ അവബോധം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ നീക്കവും നടത്തും. പ്ലസ് എന്തിനാണ് BJPയുടെ ഘടകകക്ഷിയായി ഇവർ മാറുന്നത്? അപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ബാധ്യത ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. ആ പ്രതിപക്ഷം അതിൻ്റെ നിയമപരമായതും ജനാധിപത്യപരവുമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുമെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കൈരളി TV പറഞ്ഞ ഈ വാർത്ത. ഞങ്ങൾ ഇംപീച്ച്മെൻറ്റ് നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങളിലൊന്നാണ്. പാർലമെൻറ്റ് മൺസൂൺ സമ്മേളനം ഇനി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 21-ന് സ്കെഡ്യൂൾ പ്രകാരം അവസാനിക്കും. ഈ ദിവസങ്ങളിലുടനീളം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തിരിച്ചുപിടിക്കാനുള്ള വലിയ പോരാട്ടമാണ്, പ്രതിഷേധമാണ്. അപ്പോൾ നോക്കൂ, ഇത്രയും ദിവസമായിട്ടും SIR ഒരു വലിയ പ്രശ്നമായി പാർലമെൻറ്റ് ഒന്നാമത്തെ ദിവസം മുതൽ, സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം മുതൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പുതിയ പ്രശ്നങ്ങൾ, പുതിയ ആരോപണങ്ങൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയിൽ കടന്നു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തോടെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിൽ നാൾക്കുനാൾ മാറുന്നു. എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു കാര്യക്ഷമമായ ചർച്ച പാർലമെൻറ്റിനുള്ളിൽ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും തടസ്സപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണല്ലോ. ഞങ്ങൾ ചർച്ച ആവശ്യപ്പെടുന്നു, ഗവൺമെൻറ് ഇത് ഡിനൈ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപണത്തിന് നിഴലിൽ നിൽക്കുമ്പോൾ അതിൽ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ട ബാധ്യതയിൽ നിന്ന് ഗവൺമെൻറ് ഒളിച്ചു മാറുന്നത്? അതിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യം ആശങ്കയിലാണ്, അപകടത്തിലാണ്. അതിനെതിരായി എല്ലാ വഴികളും തേടും എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത. ഇക്കാര്യത്തിൽ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി എല്ലാവരും നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ SIR, ഞങ്ങൾ ആദ്യമേ തന്നെ CPIM SIRമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോഴത്തെ SIR മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഒരുതരം വെല്ലുവിളിയാണ്. എല്ലാ വെല്ലുവിളികളും കഴിഞ്ഞ് ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. അത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇന്ത്യയിലെ പൊതുജനാധിപത്യ വിശ്വാസികളോടും നടത്തിയ അങ്ങേയറ്റത്തെ യുദ്ധപ്രഖ്യാപനമായി അത് മാറി എന്നുള്ളതാണ്. ഒരു BJPയുടെ ദേശീയ വക്താവ് വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് പോലെയായിരുന്നു ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്നലെ നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനം. അപ്പോൾ ഇത് RSSൻ്റെ ഒരു ചൊൽപ്പടി നിൽക്കുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംഘപരിവാർ അവരുടെ ഏജൻസികളാക്കി മാറ്റുന്നു. അന്വേഷണ ഏജൻസികളെ അവരുടെ കയ്യിൽ ആയുധമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ പരിവാർ സംഘടനകളാക്കി മാറ്റുകയാണ്. NDAയുടെ ഘടകകക്ഷി എന്നാണ് പലരും പറയുക. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഒരു പരിവാർ സംഘടനയായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ മാറ്റുകയാണ്. അങ്ങനെ ഒരു സംഘപരിവാർ ഓർഗനൈസേഷനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ മാറ്റിയാൽ അത് കണ്ട് മിണ്ടാതിരിക്കുന്നവരല്ല ഇന്ത്യയിലെ പ്രതിപക്ഷം. ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാത്ത പോരാട്ടങ്ങൾ അത് ഞങ്ങൾ നേതൃത്വം നൽകും. അത് രാജ്യത്ത് ആവശ്യമായ പോരാട്ടമാണ്. അത് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇലക്ഷൻ കമ്മീഷൻ ഈ പണി അവസാനിപ്പിക്കണം. രാഷ്ട്രീയ കളി കളിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാകണം.